ജിൻഡോനെ നാറ്റിച്ച് നാണം കെടുത്തി പുറത്താക്കുമെന്നാണ് സായി പറയുന്നത്. സായി സിജോയോട് നന്ദനോട് സംസാരിക്കുമ്പോൾ പറയുവാണെങ്കിൽ ഇന്നലെ ജിൻഡോയോട് സായി പറഞ്ഞിട്ടുണ്ടായിരുന്നു 80 ദിവസം ഒന്നും മനസ്സിൽ വെക്കണ്ട എന്നുള്ളത്. ജിൻഡോ, ഇതുവരെ ഞാൻ നിങ്ങളെ അടിച്ചിട്ടില്ലല്ലോ, ഇങ്ങോട്ട് നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്തോ നിങ്ങൾ കപ്പടിക്കില്ല എന്നുള്ളത്. 25 പേര് വന്നതിൽ 24 പേര് ഓക്കെ ആയിരിക്കും, പക്ഷെ ഞാൻ അങ്ങനെയല്ല, നിങ്ങൾ വലിയ പുലിയായിരിക്കും, ഞാൻ പക്ഷെ വളരെയധികം ഡേഞ്ചർ ആണെന്നാണ് സായി പറയുന്നത്. ജിൻഡോയെ പൊട്ടിച്ച് നാറ്റിച്ച് കപ്പിന്റെ അയൽവക്കത്ത് വരാത്ത രീതിയിൽ ആക്കുന്നതാണ് അപ്പൊ സായി പറയുന്നത്. പിന്നീന്ന് കുത്തിക്കോ, അത് കുഴപ്പമില്ല, ഞാനും കുത്തും, പക്ഷെ വിസിബിളി അടിക്കാൻ പാടില്ല എന്നാണ് അപ്പൊ സായി ജിൻഡോയോട് പറയുന്നത്. ഇങ്ങോട്ട് വിസിബിളി അടിക്കണ്ട, അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മേലും കീഴൊന്നും നോക്കാനില്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ നാറ്റിച്ച് അലക്കി പാകത്തിനാക്കി കപ്പിന്റെ അടുത്ത് എത്താത്ത രീതിയിൽ തന്നെ ആക്കുന്നതാണ് അപ്പൊ സായി പറയുന്നത്. പിന്നെ നന്ദനോട് പോയിട്ട് പറയാൻ പാടില്ല എന്ന്, സായിനും സിജോനെ വിശ്വസിക്കാൻ പാടില്ല എന്നൊന്നും പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. സിജോ പറയുന്നുണ്ട് അയാൾക്ക് നല്ല പേടിയുണ്ടെന്ന്, ജിൻഡോയ്ക്ക് നല്ല പേടിയുണ്ടെന്ന് സിജോ പറയുന്നുണ്ട് സായിയോട്. അപ്പൊ നന്ദനോട് വിശ്വാസമില്ല എന്നുള്ള രീതിയിൽ പറയരുതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ജിൻഡോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന് നന്ദനാണ് എന്നോട് നിങ്ങൾ രണ്ടുപേരും വിശ്വാസമില്ല എന്ന് വന്ന് പറഞ്ഞെന്നുള്ളത്. ഇപ്പൊ സായിക്ക് മെയിനായിട്ട് പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ കട്ട പിടിച്ച് നിൽക്കുന്നതില് അപ്പൊ ജിൻഡോയുടെ പേര് ഒരുപാട് പ്രാവശ്യം നന്ദനെ വിളിച്ചു പറയുകയും അത് കഴിഞ്ഞിട്ട് നന്ദനയ്ക്ക് പ്രേക്ഷകരുടെ ഇടയിൽ നെഗറ്റീവ് ആവുമെന്നൊക്കെ ജിൻഡോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നന്ദനെ പ്രേക്ഷകരിലേക്ക് ഇട്ട് കൊടുക്കുവാണ് പുറത്താക്കാൻ എന്നുള്ള രീതിയിലാണ് സായി അവിടെ സംസാരിക്കുന്നത്. അങ്ങനെയാണ് അപ്സരേനെയും ശരണ്യനെയും ഒക്കെ പുറത്താക്കിയെന്നുള്ളത്. ആ കളി ഇവിടെ ജിൻഡോ കളിക്കണ്ട എന്നൊക്കെയുള്ളതാണ് സായി പറയുന്നത്. അപ്സരയും ശരണ്യയും ഒക്കെ പുറത്തായത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് വോട്ട് കുറഞ്ഞിട്ടാണ്, അല്ലാണ്ട് ജിൻഡോ പറഞ്ഞിട്ടാണോ എന്തൊക്കെ മണ്ടത്തരാണോ സായി പറയണേന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. അപ്പൊ നന്ദനെ ഒന്നും പറയരുതെന്നുള്ള രീതിയിലും നന്ദനെ പ്രേക്ഷകരിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടില്ല എന്നും സായിനെ ഒന്നും പറയാൻ പാടില്ല എന്നും വിസിബിളി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ജിൻഡോനെ ടോപ്പ് 5-ലേക്കല്ല വിന്നർ ആക്കില്ല എന്നാണ് അപ്പൊ സായി പറയുന്നത് സിജോയോട്. ജിൻഡോയോട് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ നേരെ അടിക്കരുത്, നിങ്ങൾ അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഫുള്ള് ഡൗൺ ആക്കാൻ എനിക്ക് അറിയാമെന്നൊക്കെ. സായിക്ക് ഇപ്പൊ നന്ദനെ ജയിപ്പിക്കാൻ വേണ്ടിയാണോ സായി പോയേക്കണേന്ന് അറിയില്ല. എന്തായാലും സായി ഭയങ്കര ആളാവല് തന്നെയാണ്, ഒരു രക്ഷയില്ല, ചുമ്മാ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളി വലിയ സംഭവമാണെന്നുള്ള രീതിയിലാണ് എല്ലാം സംസാരിക്കുന്നത്. അത്രയ്ക്കും മൈൻഡ് ഗെയിം ഒക്കെ കളിച്ച് ജിൻഡോയുടെ മൈൻഡ് ഡൗൺ ആക്കാവുന്ന കാര്യങ്ങളൊക്കെ പുള്ളിക്ക് അറിയാമെങ്കിൽ നാറ്റിക്കാൻ പറ്റുമെങ്കിൽ അങ്ങ് നാറ്റിച്ചിട്ട് പുള്ളി അങ്ങ് ജയിക്കട്ടെ അല്ലേ. അങ്ങനെയാണെങ്കിൽ സായിക്ക് ആ ഗെയിം അങ്ങ് കളിച്ച് ജയിച്ചാൽ പോരാ, അതിനല്ലേ പുള്ളി പോയിരിക്കുന്നത്. പിന്നെ വിസിബിളി ജിൻഡോ അടിക്കരുതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സായിക്കാണോ പേടി? അല്ല, ജിൻഡോയ്ക്ക് ഒരു പേടിയുള്ളതായിട്ടൊന്നും തോന്നുന്നില്ല. എന്താണ് നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള അഭിപ്രായം?